Morning all. Today we are discussing virtual memory. So virtual memory is a common part of operating systems on desktop computers. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ അത് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട്. ശരിക്കും അങ്ങനൊരു മെമ്മറി ഫിസിക്കലി ഇല്ല. ഇത് പറഞ്ഞാൽ ഫിസിക്കലി അങ്ങനെ ഒരു മെമ്മറി ഇല്ല, പക്ഷേ അതൊരു വിർച്വൽ കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രോഗ്രാം റൺ ചെയ്യാണ്. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മെയിൻ മെമ്മറി യൂസ് ചെയ്തിട്ട് CPU അതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സപ്പോസ് ചില സമയത്ത് അതിൻ്റെ മെമ്മറി മതിയാവാതെ വരും, എക്സീഡ് ചെയ്യും മെമ്മറി. ഫിസിക്കൽ മെമ്മറി അത്തരം എക്സീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, നമ്മുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ മെമ്മറി ആവശ്യമാണ്. അത്തരം ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി മെമ്മറിയാണ് നമ്മളുടെ വിർച്വൽ മെമ്മറി. ഓക്കെ, എന്ന് വെച്ചാൽ അതൊരു കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അങ്ങനെ ഒരു മെമ്മറി ഉണ്ട്, കുറച്ച് സമയത്തേക്ക് നമ്മൾ ആ മെമ്മറി യൂസ് ചെയ്യുകയാണ്, നമ്മളുടെ മെയിൻ മെമ്മറീൻ്റെ ഭാഗമായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്കിൻ്റെ ചെറിയൊരു പാർട്ട് എടുത്തിട്ട് നമ്മൾ മെയിൻ മെമ്മറീൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യും, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ നമ്മളതങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ശരിക്കും അതൊരു ഇമാജിനറി കൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു മെമ്മറി ഉണ്ട്, നമ്മളത് കുറച്ച് നേരത്തേക്ക് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി ഫിസിക്കലി നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മെയിൻ മെമ്മറിയിൽ പ്രോഗ്രാമിന് സ്പേസ് തികയാതെ വരുമ്പോൾ, ലൊക്കേഷൻ തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ ഇത്തിരി പാർട്ട് എടുത്തിട്ട് ഒരു പേജ് ഫ്രെയിമൊക്കെ എടുത്തിട്ട് ഇതിന് വേണ്ടി യൂസ് ചെയ്യും, കുറച്ച് പാർട്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് നമ്മൾ റീഅലോക്കേറ്റ് ചെയ്യും. അത്രയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോക്കാം. The term virtual memory refers to something which appears to be present but actually it is not. അത് പ്രസൻറ്റ് ചെയ്യുന്ന പോലെയാണ് അപ്പിയർ ചെയ്യുക, പക്ഷേ അങ്ങനെയൊന്നുമില്ല. Virtual memory technique allow user to use more memory for a program than the real memory of a computer. നമ്മൾ വിർച്വൽ മെമ്മറി ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മെമ്മറിയിലുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് മെമ്മറി യൂസ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ വിർച്വലി അങ്ങനെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഫിഗറിൽ പറയുന്നത് നോക്കാം. CPU എന്ത് ചെയ്തു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് CPU. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം ആദ്യം മെയിൻ മെമ്മറി ആയിട്ട് ഇൻ്ററാക്ട് ചെയ്തിട്ടാണല്ലോ CPU ചെയ്യുക. അപ്പോൾ ഒരു മാപ്പർ യൂസ് ചെയ്തിട്ട് ആദ്യം അവർക്ക് ആവശ്യമായിട്ടുള്ള പേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഓരോ ബ്ലോക്കിനെയും പേജ് എന്ന് പറയും. അങ്ങനത്തെ പേജുകളാണ് പേജ് ഫ്രെയിംസ്. അപ്പോൾ ഇത്തരം പേജ് ഇതിൽ പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം കണ്ടൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം മെമ്മറി ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതില്ലെങ്കിൽ നമ്മളുടെ ഈ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടുള്ള ഈ ഡിവൈസിൽ നിന്നിട്ട് ഒരു പേജ് ഫ്രെയിം എടുത്തിട്ട് ഇതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് ഇതിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ എക്സീഡ് ചെയ്യുന്ന പോർഷൻസിന് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫിസിക്കലി അത്രയാണ് നടക്കുന്നത് വിർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ. ഈ മെയിൻ മെമ്മറിയിൽ സ്ഥലം തികയാതെ വരുമ്പോൾ നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ്, അതായത് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് ഇതിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും, കുറച്ച് സമയത്തിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞാൽ തിരിച്ച് അത് അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻസ് അതിന് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇതാണ് വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ. ശരിക്കും എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ. അങ്ങനെ ഫിസിക്കലി ഒരു മെമ്മറി ഇല്ല, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരണം. കുറച്ച് സമയത്തേക്ക് നമ്മളുടെ മെമ്മറിയിൽ സ്പേസ് ഇല്ലെങ്കിൽ നമുക്കത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ വിർച്വൽ മെമ്മറിയിൽ എത്തുന്നത്. ദെൻ നീഡ് ഓഫ് വിർച്വൽ മെമ്മറി. നമ്മൾ പറഞ്ഞു വിർച്വൽ മെമ്മറി ഈസ് എ ഇമാജിനറി മെമ്മറി വിച്ച് വി ആർ അസ്യൂമിങ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു മെമ്മറി ഉണ്ട്. ആക്ച്വലി അങ്ങനെ ഒരു മെമ്മറി ഉണ്ടോ ഇല്ലല്ലോ, പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ട് വിർച്വൽ മെമ്മറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് മെയിൻ മെമ്മറിക്ക് കൊടുക്കുകയാണ്. ഇഫ് യു ഹാവ് മെറ്റീരിയൽ ദാറ്റ് എക്സീഡ് യുവർ മെമ്മറി അറ്റ് ദാറ്റ് ടൈം വി നീഡ് ടു യൂസ് ദ കൺസെപ്റ്റ് ഓഫ് വിർച്വൽ മെമ്മറി. നമ്മളുടെ കൊടുക്കുന്ന പ്രോഗ്രാം എന്ത് ചെയ്യും, നമ്മളുടെ മെമ്മറി എക്സീഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കൺസെപ്റ്റ് കൊണ്ടുവരേണ്ടി വരുന്നത്, വിർച്വൽ മെമ്മറി കൺസെപ്റ്റ്. ഇറ്റ്സ് എ ടെമ്പററി മെമ്മറി വിച്ച് ഈസ് യൂസ്ഡ് അലോങ് വിത്ത് ദ റാം ഓഫ് ദി സിസ്റ്റം. നമ്മൾ റാമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, റാമിൻ്റെ കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി മെമ്മറിയാണ് വിർച്വൽ മെമ്മറി. അപ്പോൾ എന്താണ് അതിൻ്റെ നീഡ്, എന്താണ് നമ്മുടെ മെയിൻ മെമ്മറി എക്സീഡ് ചെയ്യുമ്പോൾ നമുക്ക് കൊണ്ടുവരേണ്ട ഒരു മെമ്മറിയാണ് വിർച്വൽ മെമ്മറി. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വിർച്വൽ മെമ്മറി.
When your computer runs out of physical memory, it writes that it needs remembered to the hard disk in a swap file as a virtual memory. ഹാർഡ് ഡിസ്കിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ സ്വാപ്പ് ഫയൽ മെക്കാനിസം ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിർച്വൽ മെമ്മറി കൊണ്ടുവരുന്നത്. അതായത് ഫിസിക്കൽ മെമ്മറി അതിൽ സ്പേസ് പോരാ, നമ്മൾ മെയിൻ മെമ്മറി നമ്മൾ പറഞ്ഞല്ലോ സ്പേസ് പോരെങ്കിൽ നമ്മൾ ഹാർഡ് ഡിസ്കിനെ സ്വാപ്പ് ഫയലിൽ പോലെ നമ്മൾ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്നത്. വെച്ചാൽ ഹാർഡ് ഡിസ്കിലുള്ള ഒരു പേജ് ഫ്രെയിം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഫ്രിഗേറ്റർ പറഞ്ഞല്ലോ ഈ പേജ് ഫ്രെയിം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഈ പേജ് ഫ്രെയിം എടുത്തിട്ട് ഇവിടെ യൂസ് ചെയ്യണം. ഇതിൻ്റെ പാർട്ടായിട്ട് കുറച്ച് സ്പേസാണ് ഇതിന് ആവശ്യം, അതിന് നമ്മൾ ഈ പേജ് ഫ്രെയിം യൂസ് ചെയ്യും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ഞാൻ ആദ്യം തന്നെ എല്ലാ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ല, അത് റൈറ്റിംഗ് നിങ്ങൾക്ക് നോട്ടിൽ എഴുതാൻ വേണ്ടിയുള്ള പോയിന്റ്സുകളാണ്. ഇഫ് എ കമ്പ്യൂട്ടർ റണ്ണിങ് വിൻഡോസ് റിക്വയേഴ്സ് മോർ മെമ്മറി ഓർ റാം ദെൻ ദർ ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ സിസ്റ്റം ടു റൺ എ പ്രോഗ്രാം. ഇറ്റ് യൂസസ് സ്മാൾ സെക്ഷൻ ഓഫ് ഹാർഡ് ഡ്രൈവ് ഫോർ ദിസ് പർപ്പസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ആയിട്ടുള്ള ഹാർഡ് ഡ്രൈവ് ഓർ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ പോർഷൻസാണ് നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അഡ്രസ് സ്പേസ് ആൻഡ് മെമ്മറി സ്പേസ്, ഇതിലുള്ള കൺസെപ്റ്റുകളാണ് അഡ്രസ് സ്പേസും മെമ്മറി സ്പേസും. അപ്പോൾ ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കോ അഡ്രസ് സ്പേസും മെമ്മറി സ്പേസും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനോ ഒരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കണം, എന്താണെന്ന് അറിയില്ല എന്ന് പറയരുത്. Virtual memory is the address used by the programmer and set of such addresses is called address space. Virtual മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സും സെറ്റ് ഓഫ് അഡ്രസ്സും നമ്മുടെ വിർച്വൽ മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന അഡ്രസ്സും സെറ്റ് ഓഫ് അഡ്രസ്സസുമാണ് അഡ്രസ് സ്പേസ്. അതേപോലെ മെയിൻ മെമ്മറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുക. അത്തരം ഒരുപാട് അഡ്രസ്സസ്, അതായത് സെറ്റ് ഓഫ് സച്ച് അഡ്രസ്സസ് ആണ് മെമ്മറി സ്പേസ്. അപ്പോൾ മെയിൻ മെമ്മറിയിലുള്ള അഡ്രസ്സസിനെ സെറ്റ് ഓഫ് അഡ്രസ്സസിനെ നമ്മൾ മെമ്മറി സ്പേസ് എന്ന് പറയും. വിർച്വൽ മെമ്മറിയിലുള്ള സെറ്റ് ഓഫ് അഡ്രസ്സസിനെ നമ്മൾ അഡ്രസ് സ്പേസ് എന്ന് പറയും. ഓക്കെ, thus the memory space consists of actual main memory location directly addressable for the processing. അപ്പോൾ അഡ്രസ് സ്പേസ് എന്താണെന്നും മെമ്മറി സ്പേസ് എന്താണെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അഡ്രസ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിർച്വൽ മെമ്മറി യൂസ് ചെയ്യുന്ന അഡ്രസ്സ്, അതേപോലെ അതിൻ്റെ സെറ്റ് ഓഫ് അഡ്രസ്സസ് ആണ് അഡ്രസ് സ്പേസ്. നമ്മളുടെ മെയിൻ മെമ്മറി യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് അഡ്രസ്സസ് ആണ് മെമ്മറി സ്പേസ്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സിനെ പറയും ഫിസിക്കൽ അഡ്രസ്സ് എന്നും, അതിൻ്റെ സെറ്റ് ഓഫ് അഡ്രസ്സസിനെ മെമ്മറി സ്പേസ് എന്ന് പറയും. ഇതൊക്കെ 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, സ്കിപ്പ് ചെയ്ത് പോകരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, ദെൻ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. In a computer operating system that uses paging or for virtual memory management, page replacement algorithm decide which memory page to page out when a page of memory need to be allocated. എന്ന് വെച്ചാൽ നമ്മളുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് നമ്മൾ വിർച്വൽ മെമ്മറി മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ പേജിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു പേജായിട്ട് ഓരോ ബ്ലോക്കിനെയും പേജായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാഷിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ സപ്പോസ് നമ്മളിങ്ങനെ പുതിയ പേജുകൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പുതിയ ഡാറ്റ കൊണ്ടുവരുമ്പോൾ ചില സമയത്തിൽ പഴയ പേജിനെ ഡിസ്പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പേജിനെയാണ് പേജ് ഔട്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഇത്തരം പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ആണ്. അപ്പോൾ നമ്മൾ പുതിയൊരു പേജിനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ പ്രീവിയസ് ആയിട്ട് അതുവരെ അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പേജിനെ പേജ് ഔട്ട് ചെയ്തിട്ട് വേണ്ടി വരും പുതിയ ഡാറ്റനെ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ആണ് FIFO ഉണ്ട്, LRU, OPT. FIFO പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, LRU ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്, OPT ഒപ്റ്റിമൽ യൂസ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ്. ഫസ്റ്റ് നമ്മളുടെ FIFO ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ഇറ്റ്സ് വെരി ഈസി ടു ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് FIFO. The FIFO algorithm select the page for replacement that has been in memory for the longest time. മെമ്മറിയിൽ കുറേ ആയിട്ട് ലോങ്ങസ്റ്റ് ടൈമായിട്ട് അവിടെ പെൻഡിങ്ങിൽ കിടക്കുന്ന അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു പേജാണ്. ആ പേജ് നമ്മളങ്ങനെ എപ്പോഴും ആക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാം, എന്നിട്ട് പകരം പുതിയ പേജിനെ അവിടെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് FIFO, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. കാരണം അത് ആദ്യമേ വന്നതായിരിക്കും, പക്ഷേ ഇപ്പോഴും അത് അവിടെ അകത്തുണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ആരാണോ ഇന്നായത് അവരെ പിടിച്ച് ഫസ്റ്റ് ഔട്ടാക്കും. അതാണ് FIFO.
ദെൻ LRU എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ്. നമ്മൾ ഈ അടുത്തൊന്നും യൂസ് ചെയ്യാതെ കിടക്കുന്ന പേജുകൾ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്നതിനെയാണ് LRU എന്ന് പറയുക. ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം കീപ് ട്രാക്ക് പേജ് യൂസേഴ്സ് ഓവർ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം. ഒരു ഷോർട്ട് പീരിയഡ് ഓഫ് ടൈമിൽ യൂസ് ചെയ്തിട്ടുള്ള പേജുകളൊക്കെ ആദ്യം ട്രാക്ക് ചെയ്തെടുക്കും. എന്നിട്ട് LRU അൽഗോരിതം വെച്ചിട്ട് ബൈ അസോസിയേറ്റിംഗ് എ കൗണ്ടർ വിത്ത് എവരി പേജ് ദാറ്റ് ഈസ് ഇൻ മെയിൻ മെമ്മറിയുള്ള ഓരോ പേജിനെ പിടിച്ചും കൗണ്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൽ ലീസ്റ്റ് റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്ത പേജ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിനെ പേജ് ഔട്ട് ചെയ്യും. അതാണ് LRU. ദെൻ OPT മീൻസ് ഒപ്റ്റിമൽ പോളിസിയാണ്. ഒപ്റ്റിമൽ പോളിസി റീപ്ലേസ്മെൻറ്റ് അൽഗോരിതമാണ്. ഇത് സെലക്ട് ചെയ്യുന്നത് പേജ് ഫോർ ദ റീപ്ലേസ്മെൻറ്റ് ഫോർ വിച്ച് ദ ടൈം ടു ദ നെക്സ്റ്റ് റെഫറൻസ് ഈസ് ലോങ്ങസ്റ്റ്. ഇനി ഈ അടുത്തൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത പേജ് ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും യൂസ് ചെയ്യാത്ത പേജ്, മറ്റേത് നമ്മളിപ്പോൾ ഈ അടുത്ത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇനി അടുത്തൊന്നും നമുക്കത് റെഫറൻസിന് ആവശ്യം വരില്ല, നെക്സ്റ്റ് റെഫറൻസിന് ഈ അടുത്തൊന്നും നമുക്ക് ആവശ്യം വരില്ല എന്ന് കരുതുന്ന ടൈപ്പ് പേജസ് ഉണ്ടായിരിക്കും. അത്തരം പേജസാണ് നമ്മൾ ഈ ഒപ്റ്റിമൽ പോളിസി അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമ്മൾ പേജ് ഔട്ട് ചെയ്യുന്നത്. ദിസ് അൽഗോരിതം റിസൾട്ട് ഈസ് ഫ്യൂവസ്റ്റ് നമ്പർ ഓഫ് പേജ് ഫാൾട്ട്. അത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് പേജ് ഫാൾട്ടുകൾ കുറക്കാമെന്നാണ് പറയുന്നത്. പേജ് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് എന്ന് പറയാറില്ലേ, എന്ന് വെച്ചാൽ നമ്മൾ സെർച്ച് ചെയ്ത കണ്ടൻറ്റിനകത്തുണ്ടോ ഇല്ല എന്ന് പറയുന്ന പോലെ അതിനകത്തില്ലെങ്കിൽ അതൊരു പേജ് ഫാൾട്ടായിട്ടാണ് കൗണ്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം പേജ് ഫാൾട്ടുകൾ റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ്. ദെൻ ഇത്രയും അഡ്വാൻറ്റേജസ് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ നമ്മളുടെ വിർച്വൽ മെമ്മറീൻ്റെ പോസിറ്റീവ് സൈഡുകളാണ്. എന്ന് വെച്ചാൽ അതിനത്രയും ഫങ്ഷൻസ് ഉണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഇത്രയും അൽഗോരിതംസൊക്കെ നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിർച്വൽ മെമ്മറിക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ എന്നാണ് നോക്കാം. ആപ്ലിക്കേഷൻസ് റൺ സ്ലോവർ ഇഫ് എ സിസ്റ്റം ഈസ് റണ്ണിങ് വിർച്വൽ മെമ്മറിയിലാണ് നമ്മൾ റൺ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കേഷൻസ് സ്ലോവറായിട്ട് റൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇറ്റ് ടേക്സ് മോർ ടൈം ടു സ്വിച്ച് ബിറ്റ്വീൻ ആപ്ലിക്കേഷൻസ്. ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് മറ്റേ ആപ്ലിക്കേഷനൊക്കെ സ്വിച്ച് ചെയ്യാൻ കൂടുതൽ ടൈം എടുക്കും എന്നുള്ളൊരു ഇഷ്യൂ പറയുന്നുണ്ട്. ലെസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ഫോർ യുവർ യൂസ്. കാരണം ഇതിന് വേണ്ടി ഹാർഡ് ഡ്രൈവ് കുറച്ച് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ യൂസിന് വേണ്ടിയുള്ള ഹാർഡ് ഡ്രൈവ് കുറയും. ഇറ്റ് റെഡ്യൂസ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇത് കുറക്കും. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ വിർച്വൽ മെമ്മറിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഡിസഡ്വാൻറ്റേജസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം, മസ്റ്റാണ്. കാരണം ഇതിന് കുറേ അഡ്വാൻറ്റേജസും ബെനിഫിറ്റ്സൊക്കെ നമ്മൾ പറയുന്നതോട് കൂടി തന്നെ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഇതിനുണ്ട് എന്ന് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ എന്തായാലും ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ക്യാഷ് മെമ്മറി, വിർച്വൽ മെമ്മറിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, ബട്ട് സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളുടെ വിർച്വൽ മെമ്മറിയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ വിർച്വൽ മെമ്മറി എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ ഒരു നമ്മളൊരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. ഒരു ടെമ്പററി മെമ്മറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എന്താണ് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു സ്പേസിനെ പിടിച്ചിട്ട് നമ്മളൊരു ടെമ്പററി മെമ്മറി ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ മെയിൻ മെമ്മറിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണ്. എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ മെമ്മറി, അതായത് നമ്മുടെ മെയിൻ മെമ്മറി തികയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഹാർഡ് ഡിസ്കിൻ്റെ ചെറിയൊരു പാർട്ട് എടുത്തിട്ട് നമ്മളുടെ മെയിൻ മെമ്മറിൻ്റെ ഭാഗമാക്കിയിട്ട് അങ്ങ് യൂസ് ചെയ്യും. അതാണ് വിർച്വൽ മെമ്മറി. അതൊരു ടെമ്പററി മെമ്മറിയാണ്. പിന്നെ അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞു. മെമ്മറിയിൽ സ്പേസ് പോരെങ്കിൽ. പിന്നെ അതിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ദെൻ അഡ്രസ് സ്പേസ് എന്താണെന്ന് പറഞ്ഞു, മെമ്മറി സ്പേസ്. പിന്നെ റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് നമ്മൾ പറഞ്ഞു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ്, പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ പിന്നെ ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സാമ്പിളായിട്ട് എന്തെങ്കിലും പേജസ് ഒക്കെ വെച്ച് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചൊക്കെ പേജസ് ഇങ്ങനെ വരച്ച് കാണിച്ചാലൊക്കെ മതി. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് വേണമെങ്കിൽ ഫിഗറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതുക. നോട്ടിന് കുറേ ആവരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ തരുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് കൺസെപ്റ്റ് എന്താണെന്ന് ഇതിന് ക്ലിയർ ആവും. ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് എക്സാമിനൊക്കെ എസ്സേ ചോദിക്കുകയാണെങ്കിലൊക്കെ, എസ്സേ പറഞ്ഞാൽ ലോങ് എസ്സേ ചോദിക്കാൻ ചാൻസ് ഇല്ല, ഷോർട്ട് എസ്സേക്കെ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മെമ്മറി മൊത്തം ഹൈറാർക്കിയോ ആയിട്ടോ അല്ലെങ്കിൽ മെമ്മറി മാനേജ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതൊക്കെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. അതേപോലെ OPT. ദെൻ ഡിസഡ്വാൻറ്റേജസ് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് വിർച്വൽ മെമ്മറിയെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഓക്കെ, നോട്ട്സ് എല്ലാവരും എഴുതിയെടുക്കുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.